ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICT മോക്ക് ടെസ്റ്റ് സീരീസിന്റെ 3-ാം ഭാഗം 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ആൻസറിന്റെയും വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. ICT-ൽ നിന്ന് കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇയർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് നെറ്റ്. അതുകൊണ്ട് തന്നെ ആത്മസമർപ്പണത്തോടെ പഠിച്ചു തുടങ്ങുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫോർട്രാൻ? FORTRAN, ഫോർട്രാൻ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഫോർട്രാൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ന്യൂമറിക്കലും സയന്റിഫിക് കമ്പ്യൂട്ടേഷൻ ഒക്കെയാണ് കൂടുതലായിട്ടും സഹായിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. അതിന്റെ ഫുൾ ഫോം ഓപ്ഷൻസ്: ഫോർമുല ട്രാൻസിഷൻ, ഫോർമുല ട്രാൻസ്ലേഷൻ, ഫസ്റ്റ് ഓർഡർ ട്രാൻസ്ലേഷൻ, ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ ആണ് ഫോർട്രാൻ. ഫോർമുല ട്രാൻസ്ലേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാർഡ് ഡിസ്ക് ആർ കൺസിഡേർഡ് ആസ്? ഹാർഡ് ഡിസ്ക് താഴെ പറയുന്നതിൽ ഏത് സ്റ്റോറേജ് ആണ്? ഫ്ലാഷ് സ്റ്റോറേജ്, നോൺ വോളറ്റൈൽ സ്റ്റോറേജ്, ടെമ്പററി സ്റ്റോറേജ്, നോൺ പെർമനന്റ് സ്റ്റോറേജ്. ഹാർഡ് ഡിസ്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. വോളറ്റൈൽ, നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. വോളറ്റൈൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പവർ ഉള്ള അത്രയും സമയം മാത്രം നിലനിൽക്കുന്നത്. പവർ ഓഫ് ആകുമ്പോൾ ആ ഡേറ്റ നഷ്ടപ്പെടും. റാൻഡം ആക്സസ് മെമ്മറി വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. റാൻഡം ആക്സസ് മെമ്മറി. അതിന് നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ പവർ സപ്ലൈ ഇല്ലെങ്കിലും അതിൽ സേവ് ആയി കിടക്കുന്നതാണ്. അത് ഹാർഡ് ഡിസ്ക്. റീഡ് ഓൺലി മെമ്മറി നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. പവർ സപ്ലൈ ഇല്ലെങ്കിലും നിലനിൽക്കുന്നത്. അതാണ് നോൺ വോളറ്റൈൽ സ്റ്റോറേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ, ഷിഫ്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റ് കീസ് ആർ കോൾഡ്? കൺട്രോൾ, ഷിഫ്റ്റ്, ഓൾട്ടർനേറ്റ് ആ കീസ് എല്ലാം ഏതിൽ വരുന്നത്? അഡ്ജസ്റ്റ്മെന്റ് കീസ് ആണോ, ഫംഗ്ഷൻ കീസ്, മോഡിഫയർ കീസ്, ആൽഫ ന്യൂമറിക് കീസ്? കീബോർഡ് കീസ് ആണ് ഇതെല്ലാം. ആൻസർ മോഡിഫയർ കീസ് ആണ്. മോഡിഫയർ കീസ് എന്ന് വെച്ചാൽ മോഡിഫൈ ദ ആക്ഷൻ ഓഫ് അനദർ കീസ് ആർ പ്രസ്ഡ് അറ്റ് ദ സെയിം ടൈം. നമ്മളിപ്പോ കൺട്രോളോ ഷിഫ്റ്റോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റോ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു കീയിലും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ആ നമ്മൾ രണ്ടാമത് പ്രസ് ചെയ്യുന്ന ആ കീയുടെ ഫംഗ്ഷൻ മാറുന്നു. അപ്പൊ ആ ഫംഗ്ഷനെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു, മോഡിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് മോഡിഫയർ കീസ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ എ എന്നുള്ള ഒരു ലെറ്ററിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ, എയിൽ മാത്രമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ എ എന്ന ലെറ്റർ ആണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ കൺട്രോൾ ഞെക്കിക്കൊണ്ട് എയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം സെലക്ട് ആവും. അപ്പൊ ആ എ എന്നുള്ള ലെറ്ററിന്റെ ആ ഒരു കീയുടെ ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഷിഫ്റ്റിനും അതുപോലെ തന്നെയാണ്, ഓൾട്ടർനേറ്റ് കീ ആയാലും അതുപോലെ തന്നെയാണ്. അതിന്റെ മറ്റൊരു കീയുടെ ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യുന്നു. അതാണ് മോഡിഫയർ കീ. അത് ഇവിടെ കൺട്രോൾ, ഷിഫ്റ്റ്, ഓൾട്ടർനേറ്റ് അതൊക്കെ മോഡിഫയർ കീസ് ആണ്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് കീസ് എന്ന് വെച്ചാല് സ്പീഡിനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, മെഷീൻ സ്പീഡിനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ഫംഗ്ഷൻ കീ എന്ന് പറയുമ്പോൾ കീബോർഡിന്റെ തന്നെ ഏറ്റവും മുകളിൽ F1, F2, F3 എന്ന് കിടക്കുന്നതൊക്കെയാണ് ഫംഗ്ഷൻ കീസ്. അടുത്ത ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സും നമ്പേഴ്സും മറ്റ് സിമ്പിൾസും എല്ലാം വരുന്നതാണ് ആൽഫ ന്യൂമറിക് കീസ്. നെക്സ്റ്റ് വൺ, എ ഫ്ലോപ്പി ഡിസ്ക് കണ്ടെയ്ൻസ്. ഫ്ലോപ്പി ഡിസ്ക്. ഇപ്പോ ഫ്ലോപ്പി ഡിസ്കിന്റെയും CD-യുടെ ഒക്കെ ഉപയോഗം വളരെ കുറവാണ്. USB മെമ്മറി കാർഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഫ്ലോപ്പി ഡിസ്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ്. അത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? സെക്ടേഴ്സ് ഓൺലി, സർക്കുലർ ട്രാക്സ് ഓൺലി, ബോത്ത് A and C, നൺ ഓഫ് ദി അബവ്. CD-യിലൊക്കെ നമുക്ക് സർക്കുലർ ട്രാക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫ്ലോപ്പി ഡിസ്കിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ A and C ആണ്. സെക്ടേഴ്സും സർക്കുലർ ട്രാക്സും ഉണ്ട് ഫ്ലോപ്പി ഡിസ്കിൽ. നെക്സ്റ്റ് വൺ, ശോധ് ഗംഗ ഈസ് മെയിൻറ്റൈൻഡ് ബൈ whom? ശോധ് ഗംഗ എന്ന് വെച്ചാൽ റിസർച്ച് സ്റ്റുഡൻസിനൊക്കെ അവരുടെ PhD തീസിസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്, അതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ശോധ് ഗംഗയിൽ നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഇൻഫ്ലുബ് നെറ്റ് സെന്റർ, TCS സെന്റർ,
IIT Bombay, National Center for Science and Information. ആൻസർ എ ആണ്. ഇൻഫ്ലിപ്നെറ്റ് ആണ് ശോധ്ഗംഗയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. PhD തീസിസ് ഒക്കെ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ റിസർച്ച് തീസിസ് ആ റിസർച്ച് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അത് ലഭ്യമാകും. അത് പറയുന്നത് റിസർവയർ ഓഫ് ദ ഇന്ത്യൻ തീസിസ് എന്നാണ്. റിസർവയർ ഓഫ് ഇന്ത്യൻ തീസിസ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യന് ശോധ്ഗംഗ ആണ് ആൻസർ വരുന്നത്. റിസർവയർ ഓഫ് ഇന്ത്യൻ തീസിസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലിപ്നെറ്റ് സെന്റർ ആണ്. ഇൻഫ്ലിപ്നെറ്റ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആണ്. ഇൻഫ്ലിപ്നെറ്റ് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആണ്. 1991 മാർച്ചില് UGC ആണ് ഇൻഫ്ലിപ്നെറ്റ് തുടങ്ങുന്നത്. 1991 ഗാന്ധിനഗർ ആണ് അതിന്റെ ആസ്ഥാനം. അപ്പോ ശോധ്ഗംഗ മനസ്സിലായാലോ, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിസർച്ച് തീസിസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, when was the e-Pathshala launched? e-Pathshala എന്ന് വെച്ചാൽ CIET NCERT മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസർച്ച് ഡെവലപ്മെന്റ് ഇവരുടെ എല്ലാം ഒരു ജോയിന്റ് വെഞ്ചർ ആണ് e-Pathshala എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്ത വർഷമാണ്. ആൻസർ 7th November 2015 ആണ്. e-Pathshala formed in 7th November 2015. എഡ്യൂക്കേഷണൽ റിസോഴ്സ് ഫോർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് അതാണ് അതിന്റെ എയിം. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ എഡ്യൂക്കേഷണൽ റിസോഴ്സ് ഒക്കെ കിട്ടുന്നത് ഈ പാഠശാലയിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. അതിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഓൺ ദ ഗോ എന്നുള്ളതാണ്. ലേണിംഗ് ഓൺ ദ ഗോ. അപ്പൊ ഈ പാഠശാല മെയിൻറ്റെയിൻ ചെയ്യുന്നത് CIET എന്ന് വെച്ചാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, NCERT, then മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇവയുടെ മൂന്നിന്റെയും കൂടെ ജോയിന്റ് വെഞ്ചർ ആണ് ഈ പാഠശാല എന്ന് പറയുന്നത്. CIET NCERT മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the organized collection of large amount of interrelated data stored in a meaningful way used for manipulation and updating? ഇപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് അത്ര ബന്ധം ഇല്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവാൻ പാടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അപ്പോഴവിടെ വിട്ട് കളയുക. പിന്നെ നമുക്ക് എളുപ്പമുള്ളതൊക്കെ ചെയ്തു പോവുക. അതിനുശേഷം പിന്നെ സമയം നോക്കി പിന്നീട് വന്നിട്ട് ഇതൊന്ന് വായിച്ച് വളരെ സമയം എടുത്ത് വായിച്ച് പാർട്ടായിട്ട് തിരിച്ച് വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നീട് അത് വായിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ആദ്യം തന്നെ ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻ അത് ഓർത്തോർത്തോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പോവും. അതുകൊണ്ട് ആദ്യം എളുപ്പമുള്ളത് ആദ്യം ചെയ്തു പോവുക. പിന്നീട് മാർക്ക് ചെയ്ത് വെച്ചേക്കണം, ഇല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കണം. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഏതാണെന്ന്. അപ്പോൾ പിന്നീട് വന്നിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് അത്ര റിലേഷൻ ഇല്ലാത്തവർക്കാണെങ്കിൽ പാടായിരിക്കും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇവിടെ ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഒരു അർത്ഥമുള്ള രീതിയിൽ ഒരു വലിയ അളവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ശേഖരത്തെ പറയുന്ന പേരെന്ത് എന്നതാണ് ഇവിടെ ഓപ്ഷൻസ്. ഡേറ്റാബേസ്, ഫയല്, ഫോൾഡർ, ഡേറ്റ മൈനിങ്. അപ്പൊ ഈ ഡേറ്റാബേസും ഫയലും ഫോൾഡറും എല്ലാം തന്നെ ഡേറ്റകൾ ശേഖരിച്ച് വെക്കുന്നത് തന്നെയാണ്. ഇത് ഒരു വലിയ അളവിൽ ഒരു ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഡേറ്റാ ബേസ് ആണ്. ഫയലും കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോർ തന്നെയാണ്. പല രീതിയിലുണ്ട് ഫയൽ സേവ് ചെയ്യുന്നത്. പിക്ചർ ഫയൽസ് ഉണ്ട്, റിട്ടേൺ ഫയൽസ് ഉണ്ട്, അങ്ങനെ കുറെ ഫയൽസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫയൽസിനെ ഒരു ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ഫോൾഡർ. പല രീതിയിലുള്ള ഫയലുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡർ രൂപീകരിച്ച് അതിന് സ്കൂളിലെ ഫയൽ, സ്കൂൾ ഫയലിനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരിട്ട് സ്കൂൾ ഫോൾഡറിന് ഒരു പേരിട്ട് അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഫയലിനെ ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ഫോൾഡർ എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിടാവുന്നതാണ് ഫോൾഡർ. ഫയലും അതെ. പിന്നീട് ഡേറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ എ ലാർജ് വോളിയം ഓഫ് ഡേറ്റ. ഇവിടെ ഒരു വലിയ അളവിലുള്ള ഡേറ്റയെ ഉപകാരപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു രസകരമായ രീതിയിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബന്ധം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് സൂക്ഷിക്കുന്നതാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. Next question, the system BIOS and ROM chips are called. BIOS and ROM chips. Software, firmware, hardware, bootware.
ഒരു കമ്പ്യൂട്ടർ ബൂട്ടിംഗ് സമയത്ത് അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറും ഓൺ ആയിട്ട് വരാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ബയോസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ ആണോ, ഫേംവെയർ ആണോ, ഹാർഡ്വെയർ ആണോ, ബൂട്ട്വെയർ ആണോ? ആൻസർ ഫേംവെയർ ആണ്. ബയോസ് ആൻഡ് റോം ചിപ്സ് എന്ന് പറയുന്നത് ഫേംവെയർ ആണ്. ഓപ്ഷൻ ബി. Next one, the components that processes data are located in which of the following? ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ആ ഘടകങ്ങളിൽ താഴെ പറയുന്നതിൽ ഏതിലാണ് ഉള്ളത്? ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, നമുക്കറിയാം ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നതെല്ലാം CPU-ലാണ്. അത് ഈ താഴെ പറയുന്നതിൽ ഏതിൽ വരും? ഇൻപുട്ട് ഡിവൈസ് ആണോ, ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, സിസ്റ്റം യൂണിറ്റ് ആണോ, സ്റ്റോറേജ് കമ്പോണന്റ് ആണോ? ആൻസർ ഓപ്ഷൻ സി, സിസ്റ്റം യൂണിറ്റ് ആണ്. പിന്നീട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറെ എണ്ണം തന്നിട്ട് ഇതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത്, ഇല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ഏത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കീബോർഡ്, മൗസ്, സ്കാനർ, ക്യാമറ, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, ഇവയെല്ലാം തന്നെ ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ്. നമ്മൾ ഡേറ്റാസ് അങ്ങോട്ട് കമ്പ്യൂട്ടറിന് അങ്ങോട്ട് നൽകുന്നതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഇതെല്ലാം തന്നെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരും. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് ആ സിസ്റ്റം യൂണിറ്റിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എറർ വിൽ ബി ഹാൻഡിൽ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന എറർ ഏതാണെന്ന്? പവർ ഫെയിലിയർ, ലാക്ക് ഓഫ് പേപ്പർ ഇൻ പ്രിന്റ്, കണക്ഷൻ ഫെയിലിയർ ഇൻ ദ നെറ്റ്വർക്ക്, ഓൾ ദി അബോവ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന എറർ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാവർക്കും നന്ദി.